നാളെ ഡിസംബർ 8-ാം തീയതി കേരളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടിയും ആശങ്കയോടുകൂടിയും കാത്തിരിക്കുന്ന ആ ഒരു ദിവസമാണ്. നാളെയാണ് നടിയെ ആക്രമിച്ച കേസിലെ ഈ ഒരു ദിലീപ് എന്ന് പറയുന്ന നടന്റെ വിധി വരുന്ന ദിവസം. ഇവിടെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഒരു വിധിയും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതായത് ദിലീപിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും ദിലീപിനെ എതിർക്കുന്ന ആൾക്കാരുമുണ്ട്. അതായത് ദിലീപിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പം നടിക്കെതിരായിട്ടുള്ള ആൾക്കാരല്ല, ദിലീപ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം ദിലീപ് അത്രമേൽ ജനപ്രീതി നേടിയ ഒരു നായകനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ജനപ്രിയ നായകനായിരുന്നു ദിലീപ്. ഈ ഒരു വിധിയെ ആസ്പദമാക്കിയിട്ട് പല പല ഊഹാപോഹങ്ങളാണ് പുറമെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും വിധി വരുന്നത്, എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, എന്തായിരിക്കും സംഭവിക്കുന്നത്, നാളത്തെ ഒരു ദിവസം എന്തൊക്കെ നടക്കാനാണ് ചാൻസുകൾ ഉള്ളത്, എല്ലാ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് അവരുടേതായിട്ടുള്ള ഊഹാപോഹങ്ങൾ പുറമെ വിട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇതിനെക്കുറിച്ചാണ്. എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ജനങ്ങൾ മാത്രമല്ല, ജ്യോത്സ്യന്മാർ പോലും ദിലീപിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഗണിച്ചുകൂട്ടി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില ജ്യോത്സ്യർ പറയുന്നു ദിലീപിന് ജയിൽവാസം വരെ അനുഭവിക്കാനുള്ള വിധിയുണ്ട് എന്നുള്ളത്. ഇതൊക്കെ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും ഏറെ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഈ ഒരു നിയമവ്യവസ്ഥയെ പോലും കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അതായത് പണവും പിടിപാടുമുള്ള ദിലീപിനെ പോലെയുള്ള ഒരു വ്യക്തിയൊന്നും ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ വിധി അറിയേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. എന്നാൽ ഇതേ സമയം ദിലീപിനെ അടുത്തറിയുന്നവർ, അനുകൂലിക്കുന്നവർ, ദിലീപിനെ സ്നേഹിക്കുന്നവര് അവര് വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. ഒരിക്കലും ദിലീപ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് അവര് അടിയുറച്ച് വിശ്വസിക്കുന്നു. അവരാണ് ദിലീപിന്റെ പിന്തുണയായിട്ട് നിൽക്കുന്നതും. അതിനാല് അവർക്ക് യാതൊരു ഭയവുമില്ല, ദിലീപ് ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്നേയില്ല, പുറത്തു വരും എന്ന് തന്നെയാണ് അവരെല്ലാവരും വിശ്വസിക്കുന്നത്. അവർ പറയുന്നത് ദിലീപിനെ ഈ ഒരു കേസിലേക്ക് ബോധപൂർവം വലിച്ചിഴച്ചതാണ്. ഇതിന് പിന്നിൽ പല പല അജണ്ടകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിന് ഈ ഒരു കേസിൽ നിന്ന് വിധി അതായത് എതിരായിരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല, ദിലീപും വളരെയധികം ആത്മവിശ്വാസത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇതേ സമയം ദിലീപിനെ എതിർക്കുന്നവർ പറയുന്നത് വളരെയധികം ബലമായിട്ടുള്ള പല പല തെളിവുകളും ഈ ഒരു കേസിൽ ദിലീപിനെതിരായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്. അതായത് കേസ് തുടങ്ങി കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു സംവിധായകൻ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരുന്നത്. അതായത് ഈ ഒരു നടിയെ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ, അതായത് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള ആ ഒരു വീഡിയോ കാവ്യയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവർ ആ വീഡിയോ കാണുന്നത് ഈ ഒരു സംവിധായകൻ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള അതിനിർണായകമായിട്ടുള്ള ഒരു തെളിവാണ് ഈ ഒരു കേസിൽ ഏറ്റവും സുപ്രധാനമായിട്ട് കോടതിക്ക് ലഭിച്ചിരുന്നത്. ഇതിനൊപ്പം ഇദ്ദേഹം പുറത്തുവിട്ട ശബ്ദ സന്ദേശങ്ങളും വളരെയധികം നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിനെ എതിർക്കുന്നവർ പറയുന്നത് ഈ ഒരു തെളിവ് മാത്രം മതി ദിലീപ് ശിക്ഷിക്കപ്പെടാനായിട്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇത് ദിലീപിന്റെ കൊട്ടേഷൻ അല്ല, കാവ്യ മാധവന്റെ കൊട്ടേഷനാണ്. പക്ഷെ കാവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ഇത് ഏറ്റെടുത്തതാണ് എന്ന് പറയുന്ന ഒരു പറ്റം ആളുകളും നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. വിചാരണ സമയത്ത് ആ ഒരു കോടതി മുറിക്കുള്ളില് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ ഇപ്പോൾ പല മാധ്യമങ്ങളിലും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കുറച്ചായിട്ടുള്ള വിവരങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഇവർ പുറത്തുവിടുന്നുണ്ട്. അതിൽ പറയുന്നത്, അതായത് ഈ ഒരു മഞ്ജു വാര്യറും ദിലീപും തമ്മിലുള്ള ബന്ധം പിരിയാനായിട്ട് കാവ്യ മാധവന്റെയും ദിലീപിന്റെയും രഹസ്യമായിട്ടുള്ള കുറച്ച്
റിലേഷൻഷിപ്പിന്റെ എവിഡൻസുകൾ ഈ ഒരു മഞ്ജു വാര്യർക്ക് ആക്രമിക്കപ്പെട്ട നടി എത്തിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് കാവ്യ മാധവിന്റെ അടുത്തേക്ക് സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും മഞ്ജു വാര്യരും കൂടി പോയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അതിനെക്കുറിച്ച് സംസാര വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ ദിലീപ് തന്റെ ഫോണില് കാവ്യ മാധവന്റെ നമ്പർ വ്യാസൻ, രാമൻ, മീൻ എന്നുള്ള ഈ ഒരു പേരുകളിലൊക്കെയാണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പേരുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ മഞ്ജു വാര്യരെ ഒരുപാട് നല്ല രീതിയിൽ, അതായത് ഇറിറ്റേഷൻ ഉണ്ടാക്കി, ബന്ധം വേർപിരിയാനുള്ള കാരണങ്ങൾ കൂടി ഇതൊക്കെയാണ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതും ഊഹാപോഹങ്ങളും, അതായത് ആ ഒരു കോടതി മുറിക്കുള്ളിലെ വിചാരണ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു എന്നതിൽ പറയുന്ന ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ദിലീപ് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിചാരണ സമയത്ത് കോടതി മുറിക്കുള്ളിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നിരുന്നു. അതായത് വേറൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ എങ്ങനെ ഇട്ട് കാണിക്കും ഒരു ഭർത്താവ് എന്നുള്ള രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നിരുന്നു. അതും എന്താണ്, ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതിന്റെ കൂടെ വേറെയും ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു പ്രശസ്തനായിട്ടുള്ള ചാനൽ ഓണർ ദിലീപിനെ കണ്ടെത്തുകയും പിന്നെ 5 കോടി കൊടുത്താൽ ഈ ഒരു കേസ് വഴിതിരിച്ചു വിടാമെന്നും അട്ടിമറിക്കാമെന്നും ദിലീപിന് ഓഫർ കൊടുക്കുകയും അതിന് ദിലീപ് വഴങ്ങാതിരിക്കുകയും അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, അത് കൂടാതെ ഒരു വെൽ നോൺ ആയിട്ടുള്ള പൊളിറ്റീഷ്യന്റെ മകൻ 7 കോടി കൊടുത്താൽ ദിലീപിന് ഈ ഒരു കേസിൽ നിന്ന് ഊരി കൊടുക്കാമെന്നും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇതിനിടയിൽ ഈ ഒരു കേസുമായിട്ട് വന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കേസിനെ മുൻനിർത്തി ദിലീപിനെ വിലയ്ക്ക് വാങ്ങാനുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഫുള്ളായിട്ട് കോൺഫിഡൻസ് ആയിരുന്നു. അവർ ഇതിനൊന്നും വഴങ്ങിയില്ല, താൻ കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടൻ നിന്നിരുന്നത്. പിന്നെ 9 പേർ അടങ്ങുന്ന ഈ ഒരു നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ 9 പേരാണ്. അതിൽ പൾസർ സുനിയാണ് ഏറ്റവും ആദ്യം വരുന്നത്. ദിലീപ് 8ാം പ്രതിയാണ്. ഈ ഒരു പൾസർ സുനിയുടെ മൊഴി പ്രകാരമാണ് ദിലീപ് ഇപ്പോൾ ഈ ഒരു കേസിൽ അകപ്പെട്ടിരിക്കുന്നത്. അതായത് പൾസർ സുനി മാസങ്ങൾക്ക് ശേഷം, അതായത് 2017 ഫെബ്രുവരി മാസമാണ് ഈ ഒരു നടി ആക്രമിക്കപ്പെടുന്നത്. പക്ഷേ പൾസർ സുനിയെ ക്വസ്റ്റ്യൻ ചെയ്തതിനെ തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ്, അതായത് 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പൾസർ സുനി ദിലീപിനെതിരായിട്ട് മൊഴി കൊടുക്കുന്നത്. അതായത് ദിലീപ് തന്ന കൊട്ടേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് നടിയെ ആക്രമിച്ചത് എന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തിരുന്നു. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ദിലീപിന് 3 മാസം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത്. എന്നാൽ ഈ ഒരു പൾസർ സുനിയുമായിട്ടുള്ള യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളോ ഫോൺ സംഭാഷണങ്ങളോ അങ്ങനെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു തെളിവുകളും കോടതിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് പ്ലാൻ ചെയ്ത് നടത്തിയതാണ് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഓരോരോ ന്യൂസുകളിൽ കാണിക്കുന്നത്. അതായത് എവിഡൻസിന് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ഇവർ നിലനിർത്തിയിട്ടില്ല. ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എവിഡൻസ് ആയിട്ട് ഒരു കാര്യവും ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഇവരുടെ ഫോൺ സംഭാഷണമോ സാമ്പത്തിക ഇടപാടുകളോ അങ്ങനെ ഒന്നും തന്നെ ഡിജിറ്റലൈസ് ആയിട്ടുള്ള ഒരു രേഖകളും ഈ ഒരു കേസിനെ തുടർന്ന് ഇവർക്ക് 2 പേർക്കുമുള്ള റിലേഷൻഷിപ്പായിട്ട് കോടതിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. ഇത് ഇവരുടെ പ്ലാനിങ് ആയിരുന്നു. വെൽ നോൺ ആയിട്ട് ഒരു പ്ലാൻ ചെയ്ത്, അത്രയും അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോലീസുകാരും മറ്റും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ദിലീപിന്റെ ഈ ഒരു കേസിനോട് കൂടിയിട്ട് ദിലീപിന്റെ സിനിമാ ജീവിതം ആകെ മൊത്തം തകിടം മറിഞ്ഞതാണ് നമ്മൾ ഇത്രയും വർഷങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ അത്രയധികം സ്ഥാനം നേടിയിരുന്ന ദിലീപ് ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയും സ്വീകാര്യോഗ്യമായിട്ട് വരാറില്ല. എന്തായാലും ഈ ഒരു കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോഴും ഈ സമയവും നടന്നുകൊണ്ടിരിക്കുന്നു. സത്യം എന്താണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി കോടതി എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, നാളെ എന്താണ് ഈ ഒരു കേസിന്റെ വിധി എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്തായാലും ഊഹാപോഹങ്ങൾ നടക്കട്ടെ. നാളത്തെ വിധി എന്താണെന്നുള്ളത് നമുക്ക് നാളെ ആ ഒരു സമയത്ത് തന്നെ അറിയാൻ പറ്റുള്ളൂ. വിധി എന്തായാലും നാളെ ഉണ്ടാകും. നമുക്കും നാളെ വരെ കാത്തിരുന്ന് വിധി എന്താണെന്ന് കാണാം.
അപ്പൊ എന്തായാലും എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.